ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഐറീൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ നെസൂവിന് സ്കൂളിൽ ക്യാമ്പ് ആയിരുന്നു. അന്ന് തന്നെ ആൾക്ക് വേറൊരു സ്കൂളിൽ ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. അതിനുള്ള പോക്ക ഈ കാണുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മളുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും ആ ഗിവ് അവേയിൽ ജോയിനും കൂടി ആവട്ടെ. ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും അതൊന്ന് പോയി കണ്ടു നോക്കേട്ടാ. ഇത് 22-ാം തീയതി രാവിലെ കേട്ടോ നമ്മൾ ഈ സ്കൂളിലേക്ക് പോകുന്നത്. നെസുവിന് ഈ സ്കൂളിൽ ഇൻ്റർവ്യൂ ഉണ്ടായത് ഈ സ്കൂളിലേക്കാണ്. നെസു ഇനി 8th-ലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് ചെയ്യാൻ അവിടെ മീനൊക്കെ കണ്ട് ആളങ്ങനെ നിൽക്കല കേട്ടോ. ഇൻ്റർവ്യൂ രാവിലെ 9 മണിക്കായിരുന്നു. അവിടെ എത്തി. പിന്നെ എന്താ നേരെ ഇൻ്റർവ്യൂ നടക്കുന്നത് പയ്യന്നൂർ സ്കൂളിലായിരുന്നു. ക്യാമ്പ് നടക്കുന്നത് തളിപ്പറമ്പെന്നും കുറച്ചും കൂടി പോകണം കേട്ടോ ഈ സ്കൂളിലേക്ക്. പക്ഷെ മോള് സ്കൂളിൽ നിന്ന് രാവിലെ 7:30 ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിങ്ങനെ ഇൻ്റർവ്യൂ ഉള്ളത് കൊണ്ടായിരുന്നു ഇവിടെ കൊണ്ടാക്കേണ്ട വന്നിട്ടുണ്ടായത് കേട്ടോ. അല്ലെങ്കിൽ അവിടുന്ന് സ്കൂൾ ബസ്സിൽ തന്നെ പോയിരുന്നു. അങ്ങനെ ഇതാ ആൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നേരെ ക്യാമ്പിനും കൊണ്ടാക്കി നമ്മൾ പോക്കട്ടോ. പക്ഷേ ഈ ടൈം ചെയ്യാൻ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. നല്ല കരച്ചിലെന്ന് പറഞ്ഞാൽ ആൾക്ക് ദീദീനാടാക്കിയിട്ട് വരുന്നതിൽ നല്ല സങ്കടം ഉണ്ടായിനെ. പിന്നെ അത് കഴിഞ്ഞ് കരച്ചിൽ കഴിഞ്ഞ് കുറച്ചുടനെ ആൾ നല്ല അടിപൊളിയായിട്ട് ഛർദ്ദിക്കുകയും ചെയ്തേട്ടാ. പിന്നെ അവിടെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ വീട്ടിലെത്തി നോക്കുമ്പോൾ ഒരു പഴുത്ത മാങ്ങ, ആ പഴുത്ത മാങ്ങയും പറിച്ച് ആവും കഴിച്ചു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഐറീൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന ആളെ മുഖത്തുള്ള സന്തോഷങ്ങൾ കാണുന്നുണ്ടോ? ഇത് നെസു കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ആൾക്ക് മെയിൻ ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളാട്ടോ. ക്രയോ ഇറൈസറില്ലേ, മീഷോയിൽ കണ്ടിട്ട് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കളറിങ് ബുക്കിനോടൊക്കെ. ഈ ഒരു ഫയലും നെസുവിൻ്റെ അടുത്ത് കണ്ടിട്ട് എപ്പോഴും പറയും അങ്ങനെ വാങ്ങിയതായിരുന്നു. ഇത് ഓരോരുത്തർ കൊടുത്ത ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആളിങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാന്നില്ലെങ്കിൽ അങ്ങനെ അന്നേരം തന്നെ പൊട്ടിച്ച്, അല്ലെങ്കിൽ റൂമിൽ നിന്നായിരുന്നു പൊട്ടിക്കൽ. ഇതൊന്നൊന്നര പൊട്ടിക്കലായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായ ഡ്രസ്സ്. അല്ലെങ്കിൽ പൊതുവെ കവറിലാക്കിയിട്ട് അങ്ങനെയായിരുന്നു കൊടുക്കല്. ഇപ്രാവശ്യം ആളാദ്യം പറഞ്ഞ നമുക്ക് എല്ലാവരും ബോക്സിലാക്കിയിട്ട് ഒരു സർപ്രൈസ് പോലെ തരണം. പിന്നെ ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്നിരുന്നല്ലോ ആക്കുകയും ചെയ്തിട്ടുണ്ടായത്. ഇതാ ആൾക്ക് കുറേ ബുക്ക് കേട്ടോ. കൂടുതൽ കിട്ടിയിട്ടുണ്ടായത് ബുക്കൊക്കെ ആയിരുന്നു. ആ കഥ ബുക്ക്, ഈ ഡ്രോയിങ്, എന്താണ് കളറിങ് പെൻസില്, അതൊക്കെയാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതൊക്കെ പിന്നെ അയ്മനും അതും ഇങ്ങനത്തെ കുറച്ച് കാർഡും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതിലാക്കി ഏറ്റവും സർപ്രൈസ് ആയിട്ടുണ്ടായത് ഐപാഡ് കിട്ടിയതായിരുന്നു കേട്ടോ. അത് ആൾ ഉമ്മനെ അനിയത്തിനെ വാങ്ങിക്കൊടുത്തതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും എല്ലാ ടൈമൊന്നും കിട്ടൂല. ഒന്ന് വീട്ടിൽ തന്നെ ഇപ്പം അനിയനുണ്ട്, അതുകൊണ്ട് എല്ലാം ഒരു ടൈം വെച്ചിട്ട് ആൾക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതൊക്കെ അൺബോക്സ് ചെയ്തേട്ടോ. പിന്നെ ഈ വീഡിയോ അന്ന് 21-ാം തീയതി തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഡ്യൂട്ടി എനിക്ക് തന്നെയായിരുന്നു കേട്ടോ. വന്നിട്ടുണ്ടായ കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിറ്റേന്നായിരുന്നു നെസുവിനെ ക്യാമ്പിന് കൊണ്ടാക്കിയ 3 ദിവസത്തെ ക്യാമ്പായിരുന്നു. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്ന ടൈമിൽ നെസു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ആ 3 ദിവസം വല്ലാണ്ട് ആളെ മിസ്സായിട്ടുണ്ടായിന്. ഞാനും അധികം അടി കൂടും. പക്ഷെ എന്നാലും ആളില്ലാണ്ട് നിൽക്കുമ്പം ഒരച്ചപ്പാട്, വീട്ടിൽ തീരെ ഒച്ചപ്പാടുണ്ടാവില്ല. ആളെല്ലാവരും ബാക്കിൽ ഇങ്ങനെ ചൊറിഞ്ഞിങ്ങനെ കൂടുന്ന ഒരാളാട്ടാ. എനിക്ക് പൊതുവേ ഇങ്ങനെ അത്ര ഇടങ്ങാറാക്കാൻ വരുന്നൊന്നും ഇഷ്ടമാവില്ല. പക്ഷെ എന്നാലും ആളില്ലാണ്ട് എന്തോ പോലെ ഉണ്ടായിനേട്ടാ. അങ്ങനെ ഐറിൻ്റെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് അതൊക്കെ പിന്നെ ഞാൻ എടുത്ത് വെച്ച് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരോ സാധനം ഇങ്ങനെ എടുത്തു വെക്കുന്ന ടൈമായിരിക്കും ഓരോരോ ഹൈമനും യാത്ര ആക്കി വെച്ചിട്ടുണ്ടായി. ഇങ്ങനത്തെ വിഷ് ചെയ്തിട്ടുള്ള കാർഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായത് കേട്ടോ. അങ്ങനെ അതും കൂടി ശരിക്കും പറഞ്ഞു ഇതൊന്നും ഐറി എല്ലാം അൺബോക്സ് എല്ലാം ഞാൻ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ ഗിഫ്റ്റ് മാത്രം അനിയന്. അങ്ങനെ ഇതൊക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ 21-ാം തീയതി രാത്രി തന്നെ ഇതിലേറ്റവും ഇതായിട്ടുള്ള ഒരു വലിയൊരു പിങ്ക് ഡോളിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ ഭയങ്കരമായിട്ട് പൊടി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നെസുവിനെ കൊണ്ടാക്കി വൈകുന്നേരം കേട്ടോ. അതിൻ്റെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാനും സയാനും കൂടി ചായ അടിക്കൽ. ഇപ്പം മെയിൻ പരിപാടി ഈ യുനോ കാർഡിനെ കൊണ്ടാട്ടോ. ഇതാണിപ്പം മെയിൻ ഈ വീട്ടിൽ. ഇതും ലൂഡോ അതാണിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ അതാ കുറേ സമയം ഇങ്ങനെ ആകാശമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കലായിരുന്നു കേട്ടോ. ശരിക്കും ന്യൂസും ഇല്ലാത്ത ഒരു 2 ദിവസം മൊത്തത്തിൽ ഒരു ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആളൊന്ന് ഹോസ്റ്റലൊക്കെ ആക്കാന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ ഈ സ്കൂളിൽ തന്നെ ഇപ്പം വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉള്ളത്. ഇൻഷാല്ലാ നിങ്ങളൊക്കെ ഇതുപോലെ ഉൾപ്പെടുത്തും. നല്ലൊരു സ്കൂൾ, പക്ഷെ കുറച്ച് ദൂരമുണ്ട്. കിട്ടിയാൽ നല്ലതായേനെ ഇൻഷാല്ലാ. അങ്ങനെ ഇതാ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.